ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയായിരുന്നു. വടമാല നിവേദ്യം ഉണ്ടായിട്ട് 2 വടയും കിട്ടി പ്രസാദമായിട്ട്. അമ്പലത്തിലൊക്കെ പോയി തിരിച്ചെത്തിയപ്പോൾ അച്ഛൻ താണ്ട ചിക്കനും മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. നേരെ പോയി ഡ്രസ്സൊക്കെ മാറി നേരെ ചിക്കൻ നന്നാക്കാനായിട്ടിരുന്നു. ചിക്കനെല്ലാം നന്നാക്കി നമ്മളിവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ആദ്യമേ ചിക്കനെല്ലാം നന്നാക്കിയിട്ട് അതിൽ കുറേശ്ശെ എല്ലാ പൊടികളും ചൂടാക്കിയ എല്ലാ പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം കൂട്ടി ഒന്ന് പുരട്ടി ഒരു 5-10 മിനിറ്റ് സെറ്റാവാൻ വേണ്ടി വെക്കും. ഉപ്പ് ഇട്ടിട്ട് സെറ്റാക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് അമ്മയാണെങ്കിൽ നല്ല കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും തേങ്ങാക്കൊന്തും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമ്മുടെ അടപ്പയിൽ വെച്ച് നന്നായിട്ട് വഴട്ടി എടുത്ത് എന്നിട്ട് ഞാൻ ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചത് ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ അമ്മേനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ ഉണ്ടായിക്കോളാം, നീ പോയാൽ പാവയ്ക്കാത്തവരെ സെറ്റായിക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഓടിപ്പോയി പാവയ്ക്കാത്തവരെ സെറ്റാക്കാൻ. അപ്പോഴത്തേക്കും അമ്മ അതിനകത്ത് ആവശ്യമുള്ള പൊടിയും സാധനം എല്ലാം ആയിട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തിയെടുത്ത് അടച്ചു വെച്ചേ. അപ്പോഴത്തേക്കും ഞാനവിടെ പാവയ്ക്കാത്തോരൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് അപ്പുറത്ത് നിന്ന് അനു ഓടി വന്ന് പറയുന്നത്, ചേച്ചി ചക്ക വേണമെങ്കിൽ അമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഓടിപ്പോയി ചക്കയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ചക്കക്കൊതിച്ച് മോള് മാത്രമല്ല കേട്ടോ, എനിക്കും പച്ചച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്. നേരെ വന്നിട്ട് ചക്കയൊക്കെ വെട്ടി കണ്ടിച്ച് ഞങ്ങൾ അമ്മയും ഞാനും ഉത്തും കുഞ്ഞാവയും എല്ലാവരും കൂടെ വന്ന് ചക്കയെല്ലാം നുള്ളി പറക്കി സെറ്റ് ചെയ്ത്. ആ സമയത്ത് അതിനിടയ്ക്ക് അമ്മ പോയി ചക്കയ്ക്കുള്ള അരപ്പൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ കറിയും വെന്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നല്ല ചൂട് ചോറും ചക്ക വേവിച്ചതും പാവയ്ക്ക തോരനും ഇച്ചിരി നല്ല കട്ട തൈര് എനിക്ക് അലർജിയാണ്, എങ്കിലും എനിക്ക് കണ്ടപ്പോൾ കഴിക്കാനായിട്ട് തോന്നി. അങ്ങനെ എന്തും വരട്ടെന്നും പറഞ്ഞ് കുറച്ച് തൈരും ഇച്ചിരി മാങ്ങാച്ചാറും പിന്നെ നമ്മുടെ ചൂട് ചിക്കൻ കറിയും കൂടെ ഒഴിച്ച് എന്നിട്ട് എല്ലാം കൂടെ ആദ്യം കുറേശ്ശെ ഇച്ചിരി ചിക്കൻ കറി, ഇച്ചിരി നമ്മുടെ ചക്ക വേവിച്ചത്, ഇച്ചിരി പാവയ്ക്കാത്തോരൻ, തൈര്, മാങ്ങാച്ചാറ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് വായിലോട്ടൊരു വെച്ചേ. എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയോ, നല്ല എനിക്കത് ഇറക്കുന്നെങ്കിലും എൻ്റെ മുഖം നോക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് സാധാരണ വീട്ടിൽ വന്നാൽ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിനകത്ത് അമ്മയും കൂടെ സഹായിച്ച് എനിക്ക് അധികം പണിയില്ലാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ ഫുഡിന് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.